നാളെ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നു വീഴാൻ പോകുന്ന പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഒന്നാം പേജ് വാർത്ത എന്ന് പറയുന്നത്, ശബരിമല സ്വർണ്ണക്കടത്തടക്കം ഇപ്പോൾ LDF സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന വാർത്തകളും ഈ കഴിഞ്ഞ 10 വർഷത്തിലുടനീളം LDF സർക്കാരിനെതിരെ അണിനിരക്കപ്പെട്ട വാർത്തകളും ചേർന്ന ഒരു ഒന്നാം പേജ് ആയിരിക്കുമോ? ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സ്ഥലജലഭ്രമം എന്നത് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ദുര്യോധനന് അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രതിസന്ധിയാണ്. നിലമാണോ ജലമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ തയ്യാറാക്കിയ സ്ഥലത്ത് ജലമാണെന്ന് കരുതി പതുക്കെ കാൽ വെച്ച് നോക്കി ഇളിഭ്യനായും, നിലമാണെന്ന് കരുതി ജലത്തിൽ കാൽ വെച്ച് നനഞ്ഞു കുളിച്ചും നിന്ന ദുര്യോധനെ നോക്കിയിട്ട് പാഞ്ചാലി കളിയാക്കിയിട്ട് കൈകൊട്ടിച്ചിരിക്കുകയുണ്ടായി. ദുര്യോധനന് സംഭവിച്ച അതേ ദുരവസ്ഥയാണ്, സ്ഥലജലഭ്രമമാണ് മാർച്ച് 5 പുറത്തിറങ്ങിയ ചില പത്രങ്ങൾ വായിച്ച വായനക്കാർക്കും ഉണ്ടായത്. ദേശീയ ദിനപത്രമായിട്ടുള്ള ദ ഹിന്ദു, മാധ്യമം ഉൾപ്പെടെയുള്ള പത്രങ്ങളെല്ലാം അവരുടെ വായനക്കാരെ പറ്റിക്കുന്ന രീതിയിൽ LDF സർക്കാരിൽ നിന്ന് പണം വാങ്ങി പത്രവാർത്തയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒന്നാം പേജിലും 3-ാം പേജിലും വാർത്ത നൽകി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. 10 വർഷം മുൻപത്തെ UDF സർക്കാരിൻ്റെ കാലത്തെ ഇരുണ്ട ചില അധ്യായങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ട ഒന്നാം പേജും, ഇപ്പോൾ 10-ാം വർഷം പൂർത്തിയാക്കുന്ന LDF സർക്കാരിൻ്റെ സൽഭരണത്തിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന ഉത്തമ വാർത്തകൾ നിറച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ട 3-ാം പേജും, ഈ 2 പേജുകളുടെയും തോണിയിൽ ചവിട്ടി നിന്നുകൊണ്ട് വെള്ളത്തിൽ വീഴാതെ യാത്ര ചെയ്തു വേണം ശരിക്കുള്ള വാർത്തകൾ നിറഞ്ഞ 5-ാം പേജിലെത്താൻ. 1-ാം പേജ് ഒരു പരസ്യമാണ് എന്ന് ഏറെ പണിപ്പെട്ട് മനസ്സിലാക്കിയ ശേഷം 2-ാം പേജിലേക്ക് നാം എത്തുമ്പോൾ ഇറാനിലെ യുദ്ധവാർത്തകളൊക്കെയുണ്ട്. അതോ ആ പേജും പരസ്യമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ കുഴങ്ങി 3-ാം പേജ് മറിച്ച് നോക്കുമ്പോൾ സൽഭരണ വാർത്തകൾ. ഇതേപോലെ വായനക്കാരെ കുഴക്കുകയും ത്രിശങ്കു സ്വർഗത്തിലാക്കുകയും നരകത്തിലാക്കുകയും ഒക്കെ ചെയ്യുന്ന, കുരുക്കുന്ന ഒരു കാലം ഇന്ത്യൻ പത്രപ്രവർത്തന കാലത്തിലുണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ദേശീയ ദിനപത്രമായ വാർത്തകളുടെ കൃത്യതയിലും ഒതുക്കത്തിലും കണിശത പുലർത്തുന്ന ദ ഹിന്ദുവും പണം കൊടുത്ത് തങ്ങളുടെ പത്രം വാങ്ങിയ വായനക്കാരെ നിമിഷങ്ങളോളം സ്ഥലജലഭ്രമത്തിൽ കൈകാലിട്ടടിക്കാൻ വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. വാർത്ത പ്രതീക്ഷിച്ച് പത്രം തുറക്കുന്നവർക്ക് വാർത്തയാണ് എന്നുള്ള വ്യാജേന നിലവിലെ സർക്കാരിൻ്റെ രാഷ്ട്രീയ പരസ്യം നൽകി എന്നുള്ളതാണ് കാര്യം. മുകളിൽ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം, ഒരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ മാത്രം അതൊരു മാർക്കറ്റിംഗ് പരസ്യമാണ് എന്ന് എഴുതിയത് കാണാം. മാധ്യമ ധാർമ്മികതയെയും രാഷ്ട്രീയ അന്തസ്സിനെയും കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ഈ വാർത്താ വ്യാജ പരസ്യം ഉൽപ്പാദിപ്പിക്കുന്നുവെന്നാണ് മാധ്യമ നിരീക്ഷകരിൽ പലരും അഭിപ്രായപ്പെട്ടത്. ദശാബ്ദങ്ങളായിട്ട് ദ ഹിന്ദു ദിനപത്രം വാർത്തകൾക്കും പരസ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള അതിർവരമ്പുകൾ നൽകിക്കൊണ്ട് അവരുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ചിരുന്നുവെന്ന് നിരീക്ഷകർ പറയുന്നു. മാധ്യമപ്രവർത്തനത്തിലെ അച്ചടക്കം, വിശ്വാസ്യത, ഇതെല്ലാം കൊണ്ട് നേടിയെടുത്തതാണത്. സർക്കാരിൻ്റെ പ്രചാരണത്തെ വാർത്തയുടെ പ്രതീതിയിൽ നൽകുന്നതിലൂടെ ആ വിശ്വാസ്യത തകർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വലിയ ഒരു വിമർശനം. ഓരോ പത്രവായനക്കാരനും ഓരോ പത്രവായനക്കാരിയും ഓരോ വോട്ടറാണ്, നികുതിദായകര കൂടിയാണ്. ജേർണലിസം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ പത്രങ്ങൾ വാങ്ങുന്നത്. മുടക്കുന്ന പൈസയ്ക്ക് അവർക്ക് നൽകുന്നത് സർക്കാരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് വാർത്ത എന്ന വ്യാജേന പരസ്യമായാൽ അതിൽ പരം വിശ്വാസവഞ്ചന വേറെ എന്തുണ്ട് എന്നുള്ള ചോദ്യവും വരുന്നു. ഈ വിമർശനങ്ങളൊക്കെ കഴിഞ്ഞാലും ബാക്കി നിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ കാണാതിരുന്നുകൂടാ. പുതിയ കാലത്ത് പരസ്യങ്ങൾ വായനക്കാർക്കും പ്രേക്ഷകർക്കും മുന്നിൽ ഉള്ളടക്കം കൊണ്ട് മാത്രമല്ല, എങ്ങനെ ഏത് വിധത്തിൽ അവരുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നതിലെ വൈവിധ്യം കൊണ്ടും വൈചിത്ര്യം കൊണ്ടും കൂടിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇവിടെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 വർഷം എന്നത് ഇതിലും ഭംഗിയായി വായനക്കാരിലേക്കും വോട്ടർമാരിലേക്കും എത്തിക്കാൻ സർക്കാരിന് കഴിയില്ല എന്നതായിരിക്കും അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവരുടെ ഉത്തരം. ഒരുപക്ഷെ മാധ്യമ ധാർമ്മികതയെ സംബന്ധിച്ച ഇത്തരം വിമർശനങ്ങൾ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നും ആ വിമർശനങ്ങൾക്കും അപ്പുറമാണ് ഈ പരസ്യമുണ്ടാക്കാൻ പോകുന്നതെന്നും അതിൻ്റെ സൃഷ്ടാക്കൾ വിചാരിച്ചിട്ടുണ്ടാകാം. സർഗാത്മകമായിട്ട് ഭാവനാത്മകമായിട്ട് തയ്യാറാക്കുമ്പോഴാണ് പരസ്യങ്ങൾ അവയുടെ ധർമ്മം നിറവേറ്റുക. പരസ്യമാണ് ഇത്, ഈ കാണുന്നത് എന്ന് കൃത്യമായും നൽകിക്കൊണ്ടൊരു പരസ്യം നൽകിയാൽ വായിച്ചു പോലും നോക്കാതെ വായനക്കാർ അടുത്ത പേജിലേക്ക് മറിക്കുമെന്നതുകൊണ്ടാണ് പത്രത്തിൻ്റെ കണ്ണായ സ്ഥലം തന്നെ അവർ അതിനായി ചോദിക്കുകയും വാർത്തയുടെ വേഷം കണ്ടിച്ച് പ്രചാരണത്തെ മുന്നിൽ നിർത്തുകയും ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നുണയല്ലല്ലോ ഞങ്ങൾ എഴുതിയത്, യാഥാർത്ഥ്യമല്ലേ എന്ന് അവർക്ക് 1-ാം പേജിലെ UDF കാലത്തെ ലോഡ് ഷെഡിങ് ചരിത്രവും KSRTC കട്ടപ്പുറ കാലവും എടുത്തു വെച്ചുകൊണ്ട് ചോദിക്കുകയും ചെയ്യാം. 10 വർഷം മുൻപത്തെ ഒരു സർക്കാരിൻ്റെ കാലത്തെ വാർത്തകളും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ വാർത്തകളും ചേർത്തുകൊണ്ട് ഒരു പരസ്യം തയ്യാറാക്കിയാൽ അത് പത്രത്തിലല്ലാതെ, ഈ പറഞ്ഞതുപോലെ അല്ലാതെ അത്രമേൽ പ്രൊഫഷണലായിട്ട് എങ്ങനെ കൊടുക്കുമെന്നുള്ള മറുചോദ്യവും വന്നേക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ പത്രങ്ങളൊക്കെ ഇന്നലെ വരെയും എത്ര പേരാണ് വായിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്.
പത്രങ്ങൾ വായിക്കുന്നവരുടെയും ടെലിവിഷൻ കാണുന്നവരുടെയും എണ്ണം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്. പലരും ഇന്നത്തെ ഈ വാർത്താവേഷം കെട്ടിച്ച പരസ്യത്തിൻ്റെ പേരിലായിരിക്കും ഈ പറഞ്ഞ പത്രങ്ങൾ ഒന്ന് എടുത്തു നോക്കിയിട്ടുണ്ടാവുക തന്നെ. മാധ്യമ ധാർമ്മികതയെയും രാഷ്ട്രീയ ധാർമ്മികതയെയും കുറിച്ചുള്ള നമ്മുടെ സംസാരങ്ങൾ ഇങ്ങനെ തീർന്നാലും ആ ചോദ്യം ബാക്കി നിൽക്കും. ഈ കഴിഞ്ഞ 10 വർഷവും ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നോ എന്ന്, അതിനു മുൻപ് എന്തായിരുന്നു എന്ന്, ഇക്കഴിഞ്ഞ 10 വർഷവും പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് കിട്ടിയിരുന്നില്ലേ എന്ന്, 10 വർഷം മുൻപ് എന്തായിരുന്നു അവസ്ഥ എന്ന്. വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അനുനിമിഷം അറിയുന്ന ഇക്കാലത്ത്, പത്രവായനക്കാരും ടെലിവിഷൻ പ്രേക്ഷകരും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഇക്കാലത്ത്, ടെലിവിഷൻ വാർത്താ ഉള്ളടക്കങ്ങൾ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോടിക്കണക്കിന് പേർ കണ്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇങ്ങനെ ഒരു സംഭവം പത്രം എന്ന പഴയ മാധ്യമത്തിലുണ്ടായി അല്ലേ എന്ന് പുതിയ തലമുറക്കാർ ചിലപ്പോൾ സംസാരിച്ചേക്കും എന്നും പറഞ്ഞുകൊണ്ട് നാം പതിവ് പോലെ അടുത്ത വാർത്തയിലേക്ക് സ്ക്രോൾ ചെയ്യുന്നു.